സീക്രട്ട് ഏജന്റ് ആളാസ്വദിക്കും നമുക്ക് ഒരു വീഡിയോ കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു സോറോസ്കി ക്രിസ്റ്റൽ റിംഗ് എന്നൊക്കെ പറഞ്ഞു. എനിക്ക് വീട് കിട്ടുന്ന ഇതൊക്കെ ഉണ്ടാവും 10,000-30,000 രൂപ, അതും കൂടുതലൊന്നും കാണില്ല. ഓക്കെ, ഒരു ബൊക്കെ കൊടുക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും സോറോസ്കി മറ്റേ കല്ല് വെച്ച മോദി ഒരു കൊടുത്ത് ചിത്രചേച്ചി മാസമേ പറയാനുള്ളൂ. അതിന് വലിയൊരു മാസം ഞാൻ പറയട്ടെ, എങ്ങനെ അനുഭവം ഇത് ആ വേദിയിൽ വെച്ച് വേറെ വേദിയിൽ വെച്ച് ഇതിനെക്കൊണ്ട് പറയും. ഇതിന് ഭയങ്കര ചളിപ്പുള്ളത് പറയും. എന്നാലും ഇത് അവർ പറഞ്ഞ് തീർത്ത് പിന്നെ അതിന്റെ സ്ക്രിപ്റ്റും ഒക്കെയ്ക്ക് പകരം റിംഗ് കൊടുത്തു. അത് കുറേ പേര് എടുത്ത് നടക്കുന്നു. എന്റെ മുന്നേ മക്കളെ, ഞാൻ എഗെയിൻ പറയുന്നു, പെയ്ഡ് വിന്നർ ഇസ് എ പെയ്ഡ് വിന്നർ ഓൾവേസ്. ഓക്കെ, പ്രൗഡ് വിന്നർ ഇസ് എ പ്രൗഡ് വിന്നർ ഓൾവേസ്. അതിന്റെ ഡിഫറൻസ് എപ്പോഴും അവരുടെ സ്റ്റാൻഡേർഡ്സിൽ കാണും. ഓക്കെ, അങ്ങനെയാണ് വളരെ പെട്ടെന്ന് നിലവിച്ചിട്ടും കാര്യമില്ല. ഇനി പത്ര റിയാക്ട് ചെയ്തിട്ടും കാര്യമില്ല. ഒരു നോ യൂസ്. പെയ്ഡ് വിന്നർ പെയ്ഡ് വിന്നർ, പ്രൗഡ് വിന്നർ പ്രൗഡ് വിന്നർ. ഓക്കെ ഗൈസ്, ഞാൻ ഗർഭ കേസ് ഉണ്ടായിരുന്നു നോക്കട്ടെ. ആ നല്ല ഗർഭ കേസ് പോയി നോക്കുക. അതായത് ഇയാൾക്ക് അസൂയാണ്, വേറൊന്നും ഞാൻ വെറുതെ കുറ്റം പറയില്ല. ഞാൻ കഴിഞ്ഞ സീസണിൽ ഈ ചങ്ങായിക്ക കാരണമാണ് ബിഗ് ബോസിനെ വെറുത്ത്. അതായത് ജിൻഡോനെ പെയ്ഡ് വിന്നർ എന്നോ അല്ലെങ്കിൽ PR വിന്നർ എന്നോ വിളിക്കുന്ന തെറ്റില്ല എന്ന് ഞാൻ, കാരണം അത്രയും PR വർക്ക് കഴിഞ്ഞ വർഷം നടന്നിട്ടുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം വിനു മുന്നേ അത്രയും PR വർക്കോ OR വർക്കോ ചെയ്യേണ്ടി വന്നിട്ടില്ല. കാരണം അത്രയും ഫാൻ ബേസും അത്രയും ഉള്ള ഒരാളാണ് അനുമോള്. ഈ പ്രാവശ്യം അക്ബർ ടോപ്പ് 5 വന്നാൽ എങ്ങനെ വോട്ട് മറിച്ചിട്ട്, അതുപോലെ തന്നെ ക്രൂ സപ്പോർട്ട്, PR വർക്ക്, ഈ മൂന്നും കാരണം അക്ബർ ടോപ്പ് 5 വന്നു. അത് പറയുന്നില്ല. അനീഷ് എങ്ങനെ ടോപ്പ് 2 വന്നു, അതും അതുപോലെ PR വർക്ക്. പക്ഷേ അനീഷ് എന്ന ഗെയിമർ നല്ലൊരു ഗെയിമാണ് അവിടെ കളിച്ചത്, ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷേ അനുമോൾ മാത്രം വിന്നറായത് പെയ്ഡ്. എങ്ങനെ? ഒരിക്കലുമല്ല. കാരണം ഈ സീസണിൽ നിങ്ങൾ ശരിക്കും ഒരു സീസൺ 6 ഒരുപാട് പേര് വെറുത്തത് കൊണ്ട് ഞാനടക്കമുള്ള 28 എപ്പിസോഡ് ഞാൻ ഈ സീസണിൽ കണ്ടിട്ടില്ല. അതായത് എപ്പിസോഡും ലൈവ് ഞാൻ കണ്ടിട്ടില്ല. 28ാമത്തെ സീസണിൽ പിന്നെ കണ്ടിട്ടാണ് പിന്നെ മുന്നത്തെ എപ്പിസോഡൊക്കെ ഞാൻ കാണാൻ തുടങ്ങിയത്. അപ്പോൾ 28 ദിവസം ലൈവ് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ 28ാമത്തെ ദിവസം ലൈവ് കാണുമ്പോൾ തന്നെ എനിക്കിഷ്ടമില്ലാത്ത 2-3 പേര്, അനീഷ്, അക്ബർ, അനുമോൾ. ഈ അനുമോൾ ലാസ്റ്റ് നിമിഷത്തിൽ എനിക്കിഷ്ടമായത് കാരണം അതിൻ്റെ ഉള്ളിൽ അനുമോൾ ചെയ്ത പോലെ തെറ്റുകളും പരിദൂഷണങ്ങളും സദാചാരവും എല്ലാവരും ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ അനുമോൾ മാത്രമല്ല. അപ്പോൾ ഞാൻ ലാസ്റ്റ് കൂടി അനുമോളെ സപ്പോർട്ട് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ അവൾക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയ ട്രോമ, കാരണം അവൾ എന്ത് ചെയ്തിട്ടുണ്ടോ അതിനുള്ള ആൾക്കാരിൽ നിന്ന് കിട്ടി. ബാക്കിയുള്ളവർ കിട്ടുന്നില്ല. ഈ അക്ബറിൻ്റെ ഡ്രാമ, ബിന്നിയുടെ കുത്തിത്തിരിപ്പ്, അതുപോലെ തന്നെ ഈ ബിന്നി പ്യുവർ സോള എന്ന് പറഞ്ഞ ആര്യൻ, അവൻ്റെ ഒക്കെ പ്രശ്നങ്ങൾ, അവൻ്റെ ഫേക്ക്നെസ്, അതുപോലെ അനീഷിൻ്റെ ഫേക്ക്നെസ്, അങ്ങനത്തെ ആദിലാനൂറുടെ പിന്നിൽ നിന്ന് കുത്ത്, അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. പിന്നെ ഇയാളുടെ വകയുള്ള കുറേ പൊട്ടത്തരങ്ങൾ പറയില്ലേ. കഴിഞ്ഞ സീസണിൽ പോയിട്ട് ഒന്നും ആവാണ്ട് വന്ന ഒരാളുടെ രോദനം അത്ര ഇതിനെ കാണുന്നുള്ളൂ. കാരണം വേറെ ഒന്നും കാണാൻ പറ്റില്ല. കാരണം ഈ ചങ്ങായി ആൾ പറയുന്നതൊക്കെ ശരിയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ വിനു ആയിട്ടൊരു ഇത് വന്നിക്കുക, ഒരു കോള്, അത് സ്ക്രിപ്റ്റാണ്, പ്യുവർ സ്ക്രിപ്റ്റാണ് സംഭവം അല്ലേ. ഇപ്പോൾ മിഥുൻ ചളിപ്പാത്ര പറയാൻ, എന്ത് ചളിപ്പറോ സത്യം പറയാൻ, എന്ത് ചളിപ്പാള്. വെറുതെ എനിക്ക് 8 ലക്ഷത്തിന്റെ മേലെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്തും വിളിച്ച് പറയാം. ആ ഒരു ധാഷ്ട്യം എന്ന് തന്നെ പറയാം. അതാണ് താങ്കൾക്ക്. അല്ലാണ്ട്